ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഏലിയ പ്രവാചകൻ്റെ ഇരട്ടി ആത്മാവ് ലഭ്യമായ എലീശ പ്രവാചകൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നതായ ചില അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഒരു പ്രവാചക ശിഷ്യൻ കടക്കണിയിലായിരിക്കുമ്പോൾ അവൻ മരിക്കാൻ കാരണമായി തീർന്നു. വിധവയായ അവൻ്റെ ഭാര്യ, 2 മക്കൾ. അവർക്ക് കൊടുത്തു വീട്ടുവാൻ യാതൊരു നിർവാഹവുമില്ല. ആ സമയത്ത് കടം കൊടുത്തയാൾ ഇവരുടെ 2 മക്കളെ അടിമയായി കൊണ്ടുപോകാൻ വേണ്ടി അവിടെ വരികയാണ്. ആ സമയത്താണ് ആ സ്ത്രീ എലീശ പ്രവാചകനെ കണ്ട് തൻ്റെ സങ്കടം അവിടെ പറയുന്നത്. എലീശ അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, 1 കുടം എണ്ണ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് വിറ്റാൽ അതുകൊണ്ട് എനിക്ക് കടം വീട്ടാനാവില്ല. എലീശ പ്രവാചകൻ അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പറഞ്ഞു, നിനക്ക് എത്രമാത്രം പാത്രം അയൽപ്പക്കത്തൊക്കെ നീ വാങ്ങി വെച്ചുകൊള്ളുക. എന്നിട്ട് ഈ പാത്രത്തിൽ നീ എണ്ണ പകർന്നു കൊള്ളുക. അപ്പോൾ നിനക്ക് അത് വിറ്റിട്ട് കടം വീട്ടാനുള്ള പണം നിനക്ക് ലഭ്യമാകുമെന്ന് പറഞ്ഞു. എലീശ പ്രവാചകൻ്റെ വചനത്തിൽ ആ സ്ത്രീ, വിധവയായ സ്ത്രീ, പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവൾ അപ്രകാരം അത് ചെയ്യുകയാണ്. ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? പഴയ നിയമത്തിലെ മോശയുടെ യഹോവയായ ദൈവം വിളിച്ചപ്പോൾ മോശയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആടുകളെ മേയ്ക്കുന്ന ഒരു വടി മാത്രമാണ്. ആ വടി കൊണ്ടാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പിന്നീട് അദ്ദേഹത്തിന് സാധിച്ചത്. ആ വടി കൊണ്ട് ചെങ്കടലിനെ ഭാഗിച്ചു. മിസ്രൈമിൽ ഫറവോന്റെ സന്നിധിയിൽ 10 ബാധകൾ മിക്കവാറും ഒക്കെ ഈ വടി കൊണ്ട് അദ്ദേഹം അവിടെ അത്ഭുതങ്ങളെ അവിടെ പ്രവർത്തിക്കുന്നു. പാറയടിച്ച് അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നു. സാലേഫാത്തിലെ വിധവയോട് ഏലിയാവ് ചോദിച്ച ചോദ്യം ഇതിനു മുമ്പുള്ള പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്. അവൾ പറഞ്ഞു, കുറച്ച് മാവും ഒരു ചെറിയ പാത്രത്തിലെ എണ്ണയും മാത്രമേ എനിക്കുള്ളൂ. ആ ക്ഷാമം മാറുന്നിടം വരെയും അവർക്ക് ഭക്ഷിപ്പാനുള്ളതായ എണ്ണയും മാവും വർദ്ധിക്കുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സുവിശേഷം കേട്ട ജനത്തെ സന്ധ്യയായപ്പോൾ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അതിവിടെ കൊണ്ടുവരിക. ദൈവം അതിനെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് അവരുടെ കൈകളിൽ കൊടുത്തിട്ട് അവരിലൂടെ അവിടെ വിളമ്പുന്നതായി നമ്മൾ കാണുന്നു. ഇന്ന് കർത്താവ് നമ്മളോടും ചോദിക്കുന്നു, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കഴിവുകളൊക്കെ വളരെ പരിമിതങ്ങളാവാം. നമ്മുടെ ബുദ്ധിയായാലും സമ്പത്തായാലും പ്രവർത്തനങ്ങളായാലും അതിനൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളുള്ളത് ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് വർദ്ധിക്കുകയും അനുഗ്രഹമായി തീരുകയും ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വായിക്കുന്നു, ആ സ്ത്രീ അയൽപക്കത്തുള്ള കുടങ്ങളൊക്കെയും പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, കതകടച്ചു. അവളും മക്കളും കൂടി എണ്ണ പകരാനായിട്ട് ആരംഭിക്കുകയാണ്. എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളം കൂടിയാണ്, പ്രതീകം കൂടിയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യതലങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെയാണ് അനുഗ്രഹങ്ങളും വർധനവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എലീശ പ്രവാചകനിലൂടെ ഈ വലിയ അത്ഭുതം ഒന്നാമതായി നടക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. നമുക്കും അറിയാം, നമുക്കും മറ്റുള്ളവരോട് നമ്മളും കടംപെട്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കടം 1 സുവിശേഷം, 2 സ്നേഹം.
ദൈവത്തിൻ്റെ നാമത്തിലുള്ള സുവിശേഷം അറിയിക്കുവാനും ദൈവികമായ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാനുമാണ് കർത്താവ് നമ്മെ ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് ജനിപ്പിച്ച് ക്രൈസ്തവത്തിലെ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമാക്കി തീർത്ത് പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ശക്തീകരിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ കടമുള്ളവരാണ്. ആ കടം വീട്ടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ പകരുമ്പോൾ പ്രാർത്ഥനാപൂർവം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹീതരായിട്ട് മാറുമെന്ന കാര്യം മറക്കാതിരിക്കുക. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ റോമർ 13:8 പൗലോസ്ലീഹ പറയുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതിലല്ലാതെ ഒന്നും കടംപെട്ടിരിക്കരുത്. സ്നേഹം നമുക്കൊരു കടമായി നിൽക്കുന്നു. അത് നമ്മൾ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശൂനേംകാരിയുടെ മറ്റൊരു മരിച്ച കുഞ്ഞിനെ എലീശ പ്രവാചകൻ മുഖാന്തരം ഉയർക്കപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അവൾ ധനികയായ ഒരു സ്ത്രീയാണ്. അവൾ എലീശ പ്രവാചകൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതി കണ്ടപ്പോൾ തന്നെ അദ്ദേഹം വിശുദ്ധനെന്ന് അവൾക്ക് തോന്നി. അവളുടെ ഭർത്താവിനോട് പറഞ്ഞ് അവളുടെ ഭവനത്തിൽ അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ വിശ്രമിക്കുവാനൊരു ക്രമീകരണം ചെയ്യുന്നു. ഒരു ചെറിയ മുറി, അവിടെ ഒരു കട്ടിൽ, ഒരു മേശ, ഒരു കസേര, ഒരു വിളക്ക്, അത്യാവശ്യം വായിക്കുവാനും എഴുതുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള ഒരു സജ്ജീകരണം. അങ്ങനെ അദ്ദേഹത്തെ സ്നേഹിച്ച് അതൊക്കെ കൊടുക്കുമ്പോൾ എലീശ പറഞ്ഞു, എന്തിനാണ് എനിക്കിത് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് അറിയുന്നത് അവൾക്ക് കുട്ടികളില്ല. അപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്രകാരം ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു. അവൾ വലിയ സന്തോഷവതിയായി, വിശ്വാസിയായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് അപ്പനോടൊപ്പം വയലിലായിരിക്കുമ്പോൾ അവന് തലവേദന വന്ന് വീട്ടിൽ വന്നവൻ മരിച്ചു പോകുന്നതായി നമ്മൾ കാണുകയാണ്. ഈ ശൂന്യംകാരി അവിടെ ആ കുഞ്ഞിനെ ശവസംസ്കാരം ചെയ്യുന്നതിന് മുൻപ് അവൾ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചകൻ്റെ അടുത്ത് പോകണം. അവിടെ ചെന്ന് പ്രവാചകനോട് ഈ സംഭവങ്ങളൊക്കെ അവൾ പറയുന്നു. അവൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ആ പ്രവാചകൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, അവൾ ദുഃഖിതയാണ്, അവളുടെ വിഷാദം എന്തെന്ന് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു കാര്യം മാത്രം ദൈവം എനിക്ക് വെളിപ്പെടുത്തി എനിക്ക് തന്നില്ല. അവളുടെ ആവശ്യം അവിടെ പറയുന്നു, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള സങ്കടം പറയുന്നു. അദ്ദേഹം ആദ്യം തൻ്റെ ഒരു ശിഷ്യനെ അയക്കുന്നു, തൻ്റെ വടി കൊടുത്ത്. അതുകൊണ്ട് പോയിട്ട് ഒന്നും അവിടെ സംഭവിച്ചില്ല. അപ്പോൾ എലീശ തന്നെ അവിടെ ചെല്ലുന്നു. നമ്മൾ വായിക്കുന്നു, അവനെ അദ്ദേഹം കിടക്കുന്ന കട്ടിലിൽ കിടത്തി അവൻ്റെ മേൽ അദ്ദേഹം ഇത് കയറി കിടന്നു. അവൻ്റെ ചുണ്ടോട് അദ്ദേഹത്തിൻ്റെ ചുണ്ട്, അവൻ്റെ കണ്ണോട് അദ്ദേഹത്തിൻ്റെ കണ്ണ്, അവൻ്റെ കയ്യോട് അദ്ദേഹത്തിൻ്റെ കയ്യ്, ശരീരത്തോട് ശരീരം. അത് ചൂടുപിടിച്ച് ജീവനുള്ള ദേഹിയായി ഒരു മനുഷ്യനായി, ഒരു കുഞ്ഞായി അവിടെ മാറ്റപ്പെടുകയാണ്. അവളുടെ ആ വിശ്വാസം, ആ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് രക്ഷ പ്രാപിക്കുമെന്നുള്ള അമിതമായ അവളുടെ ആത്യന്തികമായ വിശ്വാസം, അതാണ് അവളുടെ കുഞ്ഞിന് ജീവൻ പകർന്നത്. അല്ലാതെ അവൾ ആ പ്രവാചകനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവളെ ശവസംസ്കാരം ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ജീവിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. അവളുടെ വിശ്വാസവും പ്രവാചകൻ്റെ പ്രാർത്ഥനയും കൂടെ അവിടെ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 38 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിഷം കലർന്നതായ ഭക്ഷണത്തെ ആ വിഷം നീക്കി നല്ല ഭക്ഷണമാക്കി മാറ്റുകയാണ്. അറിയാതെ കാട്ടുചീര അതിൽ കലർത്തപ്പെടുന്നു. അതിനെ പ്രാർത്ഥിച്ച് അദ്ദേഹം വിശുദ്ധമുള്ളതാക്കി അവിടെ മാറ്റുന്നതായി നമ്മൾ കാണുന്നു. എലീശ പാത്രത്തിൽ അല്പം പ്രാർത്ഥിച്ച് മാവിട്ട് അതിൻ്റെ വിഷത്തെ അവിടെ നിന്ന് മാറ്റുകയാണ്. 42 വാക്യങ്ങളിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതായ ഒരു സംഭവം, വിശുദ്ധ ബൈബിളിൽ ആദ്യമായി അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് പേർക്കുള്ള ഭക്ഷണത്തെ 100 പേരിലധികം ഭക്ഷിക്കുവാൻ തക്കവണ്ണം വർദ്ധിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അതിനകത്ത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം വർദ്ധിപ്പിച്ച സംഭവം
ഈ ദിവസങ്ങളിൽ നമ്മൾ ദേവാലയങ്ങളിൽ വായനാ വിഷയമായി നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിഷയം കൂടിയാണല്ലോ. ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു മനുഷ്യനിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് പിന്നിൽ വിശ്വാസമുണ്ട്, നിസ്വാർത്ഥമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. ഇത് രണ്ടും കൂടെ ഒത്തുവരുമ്പോഴാണ് അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും ദൈവസന്നിധിയിലുള്ളതായ നമ്മുടെ സമർപ്പണങ്ങളൊക്കെയും ഈ വിശ്വാസത്തിനും ആ പൂർണ്ണമായ സമർപ്പണത്തിനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.